color in your cheeks? Do you ever get that fear that you can't shift, the tide that sticks around like summits in your teeth? Are there some aces up your sleeve? Have you no idea that you're in deep? I dreamt about you nearly every night this week. How many secrets can you keep? 'Cause there's this tune I found that makes me think of you somehow, and I play it on repeat until I fall asleep. Do I wanna know if this feeling flows both ways? Sad to see you go. Sorta hoping that you'd stay. Maybe we both know that the nights were mainly made for saying things that you can't say tomorrow day. Crawling back to you. Never thought of calling when you're at you, 'cause I always do. Maybe I'm too busy being lost to fall for somebody new. Now I thought it through, crawling back to you. So have you got the goods? Been wondering if your heart's still open, and if so, I wanna know what time it should. Simmer down and poker up. I'm sorry to interrupt, it's just I'm constantly on the cusp. I've tried to kiss you. I don't know if you feel the same as I do, but we could be together if you wanted to. Do I wanna know if this feeling flows both ways? Sad to see you go. Was sorta hoping that you'd stay. And we both know that the nights were mainly made for saying things that you can't say tomorrow day. Crawling back to you. Never thought of calling when you've had a few, 'cause I always do. Maybe I'm too busy being lost to fall for somebody new. Now I thought it through, crawling back to you. If this feeling flows both ways,
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ ദൈവമേ, അങ്ങ് ഒരിക്കൽ കൂടി ഭവനത്തെ പ്രത്യേകമാവിധം സന്ദർശിക്കുവാൻ തിരുമനസ്സായല്ലോ. അങ്ങയുടെ ദാസനും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനായ ജോണിയുടെ വിവാഹ ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്നു. ഞങ്ങളുടെ വഴികാട്ടിയുമായ കർത്താവേ, സർവ പ്രത്യാശയും ഞങ്ങൾ അങ്ങയിൽ സമർപ്പിച്ച് ജോണിയെ ഞങ്ങളിതാ വിവാഹത്തിനായി ഒരുക്കി വിശുദ്ധ അൾത്താരയിലേക്ക് സമർപ്പിക്കുന്നു. കനിവോടെ തർക്കം പാർക്കണമേ, നിത്യനായ സർവേശ്വര എന്നേക്കും. ദൈവം രൂപകൽപ്പന ചെയ്ത് മെനഞ്ഞെടുത്ത കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. ആ സംരക്ഷണം നമ്മുടെ കുടുംബത്തിന് ഏറ്റവും ആവശ്യമായ സമയമാണിത്. നമുക്കെല്ലാവർക്കും കർത്താവെ ഞങ്ങളെ ആശ്രയിക്കുന്നുവെന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അത്യുന്നതിന്റെ സംരക്ഷണമുള്ളവനും സർവശക്തിന്റെ തന്നിൽ ജീവിക്കുന്നവനും ഭാഗ്യവാൻ. തന്റെ തുകലുകൾ കൊണ്ട് എന്നെ അവിടുന്ന് മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ എനിക്ക് അഭയം ലഭിക്കും. കർത്താവിന്റെ ഭവനത്തിലേക്ക് പോകുന്നുവെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. സകലത്തിന്റെ നാഥ, ഞങ്ങൾ സ്തുതിക്കുന്നു. വിശ്വസിക്കായി ഞങ്ങൾ പുകഴ്ത്തുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ ദാസനെ സ്നേഹത്തിന്റെ ശൃംഖല കൊണ്ട് വിവാഹമെന്ന കുദാശയാൽ ബന്ധിക്കുവാനാകട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം വിശ്വസിക്കുവാനും പരസ്പര വിശ്വസ്തയോടെ ജീവിക്കുവാനും ഇവർക്ക് ശക്തി പകരണമേ. ദൈവത്തിന്റെ അനുഗ്രഹം അനുഭവിച്ച് സന്തുഷ്ടരായി കഴിയുവാൻ ഇവർക്ക് ഇടയാകട്ടെ. സ്നേഹനിധിയായ പിതാവേ, ഈ കുടുംബത്തിൽ നിന്ന് മരിച്ച അങ്ങയിൽ ജീവിച്ചാനന്ദിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും പ്രാർത്ഥനകളും ഇവരോടൊപ്പം ഉണ്ടാകണമേ. കാനായിലെ കല്യാണ പിരുത്തിൽ ആദ്യ അത്ഭുതം ചെയ്ത് വിവാഹത്തെ മംഗളകരമാക്കിയ ക്രിസ്തുവേയും ജോണിന്റെയും അമിതയുടെയും വിവാഹ ജീവിതം ധന്യമാക്കണമേ. ഈ കുടുംബത്തിന് വേണ്ടി മധ്യസ്ഥത യാചിച്ച വിശുദ്ധ മാതാവേ, ഇവർക്ക് വേണ്ടി എന്നും അപേക്ഷിക്കണമേ. തിരുകുടുംബം പോലെ സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും ഒരു കുടുംബമാകുവാൻ വിശേഷ പിതാവേ, ഇവർക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ മംഗളകർമ്മത്തിൽ പങ്കെടുത്ത് മണവാളിനെയും മണവാട്ടിയെയും അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ബന്ധുമിത്രാദികളെയും അഭ്യുതകാംക്ഷികളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. I've had $1 to my name. I've had friends that walked away, and I've even lost myself a time or two. There were bridges crossed and burned, but through all the wreckage I have learned there is one thing that I can never lose. If I got Jesus, I've got all that I could ever need. Take the world away from me and I'll be okay. If I got Jesus, there's a hope that's living deep inside, a joy that I could never hide, and a safe place to fall. If I got Jesus, I got it all. I've seen weakness turn to strength,
seen failures met with grace, and it's not from what I've done, it's Christ in me. A miracle I can't explain. Oh, he's given me his name. I'm the richest man that I could ever be. If I got Jesus, I've got all that I could ever need. Take the world away from me, and I'll be okay. If I got Jesus, there's a hope that's living deep inside, a joy that I could never hide, and a safe place to fall. If I got Jesus, I got it all. Oh, someday that trumpet's gonna sound, and the King of Heaven will ride upon the clouds coming down. I'll hit my knees, oh Lord, that sings my soul. I'm going home. If I got Jesus, I've got all that I could ever need. Take the world away from me, and I'll be okay. If I got Jesus, there's a hope that's living deep inside, a joy that I could never hide, and a safe place to fall. If I got Jesus, I got it all. If I got Jesus, I got it all. Play my strings like a symphony. Together we can do anything. Falling hard like a tidal wave, kaleidoscope spiraling in outer space. Nothing like I've ever seen, it's just a thing of beauty. It's just a thing of beauty.
beauty. Let's get lost in this wonderland. See it all, we don't need a plan. Nothing like I've ever seen. It's just a thing of beauty. Just a thing of beauty. It's just a thing of beauty. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലൂടെ വന്ന് നിന്റെ സഹായത്തിനായി നിന്റെ മധ്യസ്ഥ ഉപേക്ഷിച്ചവരിൽ ഒരു വ്യക്തിക്ക് ഉപേക്ഷിച്ചിട്ടില്ലായി എന്ന് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയെ ദയുള്ള മാതാവേ, കാത്തുകൊണ്ട് സമീപത്ത് നിൽക്കുന്ന ധരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയുള്ളായി കേട്ടുള്ളണമേ. ആമേൻ. जे तेन धूप लगे आवे तो मैं छाँव बन जावा, तेरी खुशियों के खातिर मैं सारे जग से लड़ जावा। है मेरी यही आरज़ू कि तेरा ही मैं साथ दूं, तेरा बन के रहूं सदा मैं परछावा। तेरी आई मैं मर जावा, जिंदड़ी नाम तेरे कर जावा। सोने सोने
कैसे कटे दिन रात, कैसे हो तुझसे बात, तेरी याद सतावे रे ओ सजनी रे। कैसे कटे दिन रात, कैसे मिले तेरा साथ, तेरी याद सतावे रे। जो भी है सब मेरा तेरे हवाले कर दिया, जिस्म का हर रुआ तेरे हवाले कर दिया। तेरी आई मैं मर जावा जिंदड़ी नाम तेरे कर जावा सोने ओ सोने तुमसे किरण धूप की। തെറവാലക്കട്ടയിൽ ജോൺ വേലിയാത്ത് അമിറ്റയും തമ്മിലുള്ള വിവാഹം ഇന്ന് ഈ ദേവാലയത്തിലെ ആൾക്കാർക്ക് മുൻപിൽ നടത്തപ്പെടുകയാണ്. വിവാഹമെന്ന കൂദാശ സ്വീകരിച്ചുകൊണ്ട് കുടുംബ ജീവിതത്തിലേക്ക് ഒരു പുതിയ കുടുംബത്തിന് ഇന്ന് ഇവർ രൂപം നൽകുകയാണ്. നാം ഒക്കെയും ഇന്ന് ഈ ദേവാലയത്തിലായിരിക്കുന്നത് ഇവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനും ഇവരുടെ ഈ വിവാഹ മുഹൂർത്തത്തിൽ സാക്ഷികളാകുവാനുമായിട്ടാണ്. അതോടൊപ്പം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇവരുടെ ദാമ്പത്യ ജീവിതം ദൈവാനുഗ്രഹപ്രദമായി തീരുവാനായിട്ട് പ്രാർത്ഥിക്കുവാൻ കൂടിയാണല്ലോ നാം ഇവിടെ വന്നിരിക്കുന്നത്. ഈ കർമ്മത്തിലേക്ക് വന്ന ബഹുമാനപ്പെട്ട ജയരാജ അച്ഛനെയും മറ്റെല്ലാ വൈദികരെയും ഇവരുടെ മാതാപിതാക്കളെയും ഇവരെയും നിങ്ങളെ പുത്രപുത്രാദികളെ ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ എന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ യോധൂരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ പുത്രിയെ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നുപൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായ രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കനികമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്ത് മുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹമൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്നേഹത്തിന്റെ പരിവർത്തനങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിഞ്ഞോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നിൽക്കും. ആമേൻ. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നുള്ള ചില മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്തെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധയും ശുദ്ധനും ബലവാനുമാർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തതപ്പടി ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എൻ്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ്ലീഹ എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശോമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ മിശിഹാ തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. മിശിഹായോടും സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
മാനസമലരിൽ വിരിയുന്നു, മാനസമലരിൽ നിറയുന്നു പുതിയൊരു കീർത്തനമായി മധുരത്തെ തിരുമുൻപിൽ പുതിയൊരു കീർത്തനമായി മധുരത്തെ തിരുമുൻപിൽ ധന്യതയോരും നാവിക്കോ ദൈവിക പൂരിത പോലല്ലോ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 2 വാക്യങ്ങൾ 1 മുതൽ 11 വരെ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവേൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവേൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിൽ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിവാഹമെന്ന ഉദാശയിലൂടെ പുതിയ കുടുംബത്തിന് തറക്കല്ലിടുന്ന നമ്മുടെ സ്നേഹനിധികളായ ജോൺ, അമീറ്റ, ഇവരുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ, പ്രിയപ്പെട്ട വൈദികരെ, ജോണിനും അമിറ്റയ്ക്കും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ദിവസമാണ് ഇന്ന്. ഒരുപാട് വർഷങ്ങളായിട്ട് അവർ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടന്ന ഒരു സ്വപ്നം, അത് ഇന്ന് ഈ പരിശുദ്ധമായ അൽത്താരയുടെ മുമ്പിൽ പൂവണിയുകയാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന ഈ വിവാഹം അതിൻ്റെ ഏറ്റവും കാതലായ ഭാഗമെന്ന് പറയുന്നത് അവർ എടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. ദൈവ
ദൈവം പണ്ട് ഇസ്രായേൽ ജനത്തോട് ഒരു ഉടമ്പടി ചെയ്ത് അത് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും ദൈവം ആ ഉടമ്പടി പാലിക്കുന്നത് പോലെ ഇവരും ഈ പരിശുദ്ധമായ അൽത്താരിയെ സാക്ഷി നിർത്തി ഒരു ഉടമ്പടി അവർ എടുക്കുകയാണ്. ഇന്നു മുതൽ മരണം വരെ ഞങ്ങൾ ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് അവരൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. അപ്പോൾ വിവാഹം എന്ന കുദാശ ഈ ദേവാലയത്തിലെ അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് തീരുന്ന ഒരു കുദാശയല്ല. മറിച്ച് വിവാഹം എന്ന് പറയുന്ന ഈ കുദാശ ജോണിനെയും അമിറ്റിയെയും സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ആഘോഷിക്കേണ്ട ഒരു കുദാശയാണ് വിവാഹം. ഇന്ന് ഈ ദേവാലയത്തിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരും കൂട്ടുകാരുമൊക്കെ ഓടി വന്ന് നിങ്ങൾക്ക് ആശംസകൾ നേരും, നല്ല മധുരമായിട്ടുള്ള വാക്കുകൾ അവർ പറയും. അതിനുശേഷം എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവരുടെ വീടുകളിലേക്ക് അവർ പോകും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളും സഹോദരിമാരുമൊക്കെ അവരുടെ വഴിക്ക് പോകും. പിന്നീട് നിങ്ങൾ 2 പേര് മാത്രമായിട്ട് അവശേഷിക്കും. പ്രിയപ്പെട്ട ജോൺ, പ്രിയപ്പെട്ട അമിറ്റ, ഈ വിവാഹം എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾ മാത്രം, നിങ്ങൾ 2 പേരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ ജീവിക്കേണ്ട, ആഘോഷിക്കേണ്ട ഒരു കുദാശയാണ് ഈ വിവാഹമെന്ന കുദാശ. ഇങ്ങനെ കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ജോൺ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ ഒരുപക്ഷെ ജീവിതത്തിൽ അത് കാണാത്ത സമയങ്ങളുണ്ടായിരിക്കാം. അതുപോലെ ജോണിനെക്കുറിച്ച് അമിറ്റ കണ്ട സ്വപ്നങ്ങൾ അതൊരുപക്ഷെ അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാകുന്ന ഒരു നിമിഷം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കൊക്കെ ഈ നല്ല സുന്ദരമായ ദിവസത്തിൽ നിങ്ങൾക്ക് ആശംസകൾ പറയുന്നതോടൊപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു മുന്നറിയിപ്പ് കൂടെ തരാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന അവസരങ്ങളുണ്ടാകും. ഇന്ന് സുവിശേഷത്തിൽ കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ അവരെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് അവർ വിവാഹ ശുശ്രൂഷ സൽക്കാരങ്ങൾ അവർ നടന്നത്. വർഷങ്ങളെടുത്തിട്ടാണ് അവരൊരു വിവാഹം നടത്തുക. അപ്പോൾ ഈ വിവാഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വീഞ്ഞ്, എല്ലാവരും കഴിക്കുന്ന വീഞ്ഞ് തീർന്നു പോകുന്ന ഒരവസരം, അവരുടെ ആഘോഷത്തിൻ്റെ, അവരുടെ ജീവിതത്തിൻ്റെ മാധുര്യം അത് നഷ്ടപ്പെട്ടു പോകുന്ന അവസരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. ഈ നിമിഷങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇന്നത്തെ സുവിശേഷം നിങ്ങളോട് പറയുന്നതും ഇങ്ങനെ ജീവിതത്തിൽ പ്രതിസന്ധികളും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കാതെ വരുമ്പോൾ നമ്മൾ എങ്ങനെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക. ഇന്നത്തെ സുവിശേഷം ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ആ കല്യാണ വീട്ടിൽ അവിടെ ഈശോ ഉണ്ടായിരുന്നു, അവിടെ പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകണം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അമേരിക്കയിലൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള, ലോകപ്രശസ്തനായിട്ടുള്ള മാർട്ടിൻ ലൂതർ ജൂനിയർ, അപ്പോൾ അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട യുവതിയോട് എന്നെ വിവാഹം കഴിക്കാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ
ക്രൊയേത്ത സ്കോട്ട് എന്ന് പറയുന്ന അവള് ഈ മാർട്ടിൻ ലൂതർ ജൂനിയർ ഒരു താല്പര്യവുമില്ലാതിരുന്നിട്ട് പോലും അവൾ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് പറയാം. അവൾ ഒരുപാട് ദിവസങ്ങൾ അവൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം അവൾ ഒരു കാര്യമെടുത്തു, ദൈവം എനിക്ക് നൽകുന്ന ജീവിത പങ്കാളിയാണ് മാർട്ടിൻ ലൂതർ ജൂനിയർ. അങ്ങനെ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അവരെടുത്ത ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മാർട്ടിൻ ലൂതറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് ഈ ക്രൊയേത്ത സ്കോട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതസഖിയാണ്. അപ്പോൾ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ മാധുര്യം, നന്മ അതൊരിക്കലും ജീവിതത്തിൽ നിന്ന് പറ്റിപ്പോകില്ല. ഇനി രണ്ടാമതായിട്ട് സുവിശേഷം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ദൈവം വലിയ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട്. ഈശോ ആ അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവം മറ്റ് സേവകന്മാരിലൂടെയാണ്. ഈശോ പറയുന്നത്, അവിടെയുള്ള സേവകന്മാരോട് ഈശോ പറയുന്നത്, നിങ്ങൾ കൽഭരണികളിൽ വെള്ളം നിറച്ചു വയ്ക്കുക. അങ്ങനെ ഈ സേവകന്മാർ കൽഭരണികളിൽ വെള്ളം നിറച്ചു വെച്ചതുകൊണ്ടാണ് ആ വെള്ളത്തെ ഈശോ വീഞ്ഞാക്കി മാറ്റുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഇടപെടുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരുപക്ഷെ നേരിട്ട് നിങ്ങളിലൂടെ ആയിരിക്കില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കന്മാരിലൂടെ, നിങ്ങളുടെ സഹോദരി സഹോദരന്മാരിലൂടെ, നിങ്ങളുടെ ബന്ധുമിത്രാദികളിലൂടെ ആയിരിക്കും ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ജോൺ എമിറ്റ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് നിമിഷത്തിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും നിങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ആരെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കരുത്. ഒരുപക്ഷെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നന്മകൾ ചൊരിയുന്നത് ഒരുപക്ഷെ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തികളിലൂടെ ആയിരിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താതിരിക്കുക, എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മാധുര്യം അത് ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട ജോണിനും എമിറ്റായിക്കും നമുക്ക് വിവാഹത്തിൻ്റെ മംഗളങ്ങൾ ആശംസിക്കാം. അതോടൊപ്പം തന്നെ ജോണിനും അമിറ്റായിക്കും നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നതും നമ്മുടെ പ്രാർത്ഥനയാണ്. ഇന്ന് ഈ വിശുദ്ധ ബലിയിൽ ഇവരെ രണ്ടുപേരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിലുണ്ടാകാൻ, ഇവരുടെ ജീവിതത്തിൻ്റെ ആ സന്തോഷം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തിന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂദാശയിൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ കർത്താവേ,
അങ്ങയുടെ അനന്തപരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സാക്ഷി പരൻ്റെ ഭാഗത്തുനിന്ന് സാക്ഷി. ജോൺ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി അമിതയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? അമിത മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജോണിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നവോ? നിങ്ങൾ ഈ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത് കരം ചേർത്ത് പിടിക്കണം. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളം ആയിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൃപാവരത്തിൻ്റെ അനുശ്വരവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിപ്പിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിക്കുന്ന കർത്താവെ,
ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു.
അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. നമ്മുടെ അമ്മയായ മറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ യോസേപ്പിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായ നിത്യം. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മാർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ
ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതികളായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Maria,
هذا قدسان أخطى عليكم وبيشام الأبهار لا لا